ഹായ്, ഗുഡ് ഈവനിങ് ഡിയേഴ്സ്. നമ്മൾ ഹോർമോൺസിനെ കുറിച്ചും എൻഡോക്രൈൻ ഓർഗൻസിനെ കുറിച്ചിട്ടാണ് നോക്കുന്നത്. എൻഡോക്രൈൻ സിസ്റ്റം എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയിലെ ഒരു സിസ്റ്റമാണ്. സർക്കുലേറ്ററി സിസ്റ്റം, റെസ്പിറേറ്ററി സിസ്റ്റം, ഡൈജസ്റ്റീവ് സിസ്റ്റം പോലെയൊക്കെയുള്ള ഒരു സിസ്റ്റമാണ് എൻഡോക്രൈൻ സിസ്റ്റം. എൻഡോക്രൈൻ സിസ്റ്റത്തിൽ വരുന്ന ഓർഗൻസിനെ എൻഡോക്രൈൻ ഓർഗൻസ് എന്ന് പറയും. ഈ എൻഡോക്രൈൻ ഓർഗൻസിൻ്റെ മലയാളമാണ് അന്തഃസ്രാവി ഗ്രന്ഥികൾ. അപ്പോൾ ഈ ഗ്രന്ഥികൾ ഉൽപ്പാദിപ്പിക്കുന്ന അവരുടെ സെക്രീഷൻസിനെ നമ്മൾ ഹോർമോൺസ് എന്ന് പറയും. ഈ ഹോർമോൺസ് അവർ പ്രൊഡ്യൂസ് ചെയ്തിട്ട് നേരിട്ട് രക്തത്തിലേക്കാണ് റിലീസ് ചെയ്യുന്നത്. ഹോർമോൺ രക്തത്തിലൂടെ സഞ്ചരിച്ച് ഹോർമോണിൻ്റെ ടാർജറ്റ് ആയിട്ടുള്ള ഓർഗൻസിൽ പോയിട്ട് ബൈൻഡ് ചെയ്യുകയും ആ ഓർഗൻസിൽ ഫിസിയോളജിക്കൽ ചേഞ്ചസ് കൊണ്ടുവരികയും ചെയ്യും. അപ്പോൾ ഈ എൻഡോക്രൈനോളജിയെക്കുറിച്ചുള്ള ഒരു ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് നോക്കിക്കഴിഞ്ഞാൽ തോമസ് അഡിസൺ എന്ന് പറയുന്ന വ്യക്തി അഡ്രിനൽ കോർട്ടക്സിൻ്റെ തകരാറ് മൂലമുണ്ടാകുന്ന അസുഖം കണ്ടെത്തിയതിലൂടെ എൻഡോക്രൈനോളജിയുടെ പിതാവ് എന്നറിയപ്പെടുന്നു. അപ്പോൾ തോമസ് അഡിസൺ ആരാണ്? അദ്ദേഹമാണ് എൻഡോക്രൈനോളജിയുടെ പിതാവ്. അഡ്രിനൽ കോർട്ടക്സിൻ്റെ തകരാറ് മൂലമുണ്ടാകുന്ന അസുഖം കണ്ടെത്തിയതിലൂടെയാണ് അദ്ദേഹത്തിന് എന്തെന്നറിയപ്പെടുന്നത്, എൻഡോക്രൈനോളജിയുടെ പിതാവെന്ന് അറിയപ്പെടുന്നത്. അടുത്തത് ഏണസ്റ്റ് സ്റ്റേർലിംഗ്. അദ്ദേഹം 1905 ഹോർമോൺ എന്ന പദം ആദ്യമായിട്ട് ശാസ്ത്രലോകത്തിന് നിർദ്ദേശിച്ചു. അപ്പോൾ ഹോർമോൺ എന്ന പദം ആദ്യമായിട്ട് ശാസ്ത്രലോകത്തിന് നിർദ്ദേശിച്ചത് ഏണസ്റ്റ് സ്റ്റാർലിംഗ് ആണ് 1905. ഇനി വില്യം ബെയ്ലിസ് ആൻഡ് ഏണസ്റ്റ് സ്റ്റാർലിംഗ്. വില്യം ബെയ്ലിസും ഏണസ്റ്റ് സ്റ്റാർലിംഗ്സും കൂടെ ചേർന്ന് ഇവരിരുവരും ചേർന്ന് ഡിവോഡനത്തിൽ നിന്നും കണ്ടെത്തിയ സെക്രീറ്റിനാണ് ലോകത്തിൽ ആദ്യമായി വേർതിരിച്ചെടുത്ത ഹോർമോൺ. അപ്പോൾ ആദ്യമായിട്ട് വേർതിരിച്ചെടുത്ത ഹോർമോൺ ഏതാണ്? സെക്രീറ്റിനാണ്. ഇത് ഡിയോഡിനത്തിൽ നിന്നും വില്യം ബെയ്ലിസും ഏണസ്റ്റ് സ്റ്റാർലിംഗുമാണ് കണ്ടെത്തിയത്. ഇനി രാസഘടനയെ അടിസ്ഥാനമാക്കിയിട്ട് ഹോർമോണിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. അമിനോ ആസിഡ് ഡെറിവേറ്റീവുകൾ, അതായത് അമിനോ ആസിഡിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ഹോർമോൺസ് ഉണ്ട്. ടൈറോസിൻ എന്ന് പറയുന്ന അമിനോ ആസിഡിൽ നിന്നും എപ്പിനെഫ്രിൻ, നോറെപ്പിനെഫ്രിൻ, തൈറോക്സിൻ എന്നിവയും ട്രിപ്റ്റോഫാൻ എന്ന അമിനോ ആസിഡിൽ നിന്ന് മെലാറ്റോണിനും നിർമ്മിക്കപ്പെടുന്നു. കണ്ടോ, ഇപ്പോൾ ടൈറോസിൻ എന്ന് പറയുന്ന അമിനോ ആസിഡിൽ നിന്നാണ് എപ്പിനെഫ്രിൻ, നോറെപ്പിനെഫ്രിൻ, അതേപോലെ T3 T4 ട്രൈ അയഡോ തൈറോണിനും ടെട്രാ അയഡോ തൈറോണിനും ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. ഇനി ട്രിപ്റ്റോഫാൻ എന്ന് പറയുന്ന അമിനോ ആസിഡിൽ നിന്നുമാണ് മെലാറ്റോണിൻ എന്ന് പറയുന്ന ഹോർമോൺ നിർമ്മിക്കുന്നത്. നമ്മുടെ 24 അവർ ഋതത്തിനൊക്കെ വളരെ അത്യാവശ്യമായിട്ടുള്ള ഹോർമോണാണ് മെലാറ്റോണിൻ. അടുത്തത് പെപ്റ്റൈഡ് അല്ലെങ്കിൽ പ്രോട്ടീൻ ഹോർമോണുകൾ. ഇവ ജലത്തിൽ ലയിക്കുന്നവയാണ്. ഇവ എന്താണ്? വെള്ളത്തിൽ ലയിക്കുന്നവയാണ് അല്ലെങ്കിൽ ജലത്തിൽ ലയിക്കുന്നവയാണ്. ഇൻസുലിൻ, ഗ്ലൂക്കഗൺ, പിറ്റ്യൂട്ടറി ഹോർമോൺസ്, അതായത് ADH, ഓക്സിടോക്സിൻ മുതലായിട്ടുള്ളവ, ഹൈപ്പോതലാമിക് ഹോർമോണുകളൊക്കെയാണ് പെപ്റ്റൈഡ് ഹോർമോണിന് അല്ലെങ്കിൽ പ്രോട്ടീൻ ഹോർമോണിന് എക്സാമ്പിൾ. ഇവ എന്താണ്? ജലത്തിൽ ലയിക്കുന്നവയാണ്. ഇനി അടുത്തത് സ്റ്റിറോയിഡ് ഹോർമോൺസ്. ഇവ കൊളസ്ട്രോളിൽ നിന്നും നിർമ്മിക്കപ്പെടുന്നതും ലിപ്പിഡുകളിൽ ലയിക്കുന്നതുമാണ്. അതുകൊണ്ട് ഇവയെ ലിപ്പോഫിലിക് എന്ന് പറയും. ഇനി കോർട്ടിസോൾ, ആൽഡോസ്റ്റിറോൺ, ടെസ്റ്റോസ്റ്റിറോൺ. ഈ സ്റ്റീറോണിലൊക്കെ അവസാനിക്കുന്നവർ കൂടുതലും എന്താണ്? അവർ സ്റ്റിറോയിഡ് ഹോർമോൺസ് ആണ്. പ്രൊജസ്റ്ററോൺ, ഈസ്ട്രജൻ. അവർ പ്രൊണൗൺസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഇത് സ്റ്റിറോയിഡ് ഹോർമോൺ ആണ് എന്ന് നമുക്കൊരു കണ്ടെത്തലിലേക്ക് എത്താനായിട്ട് പറ്റും. ഇനി ഫാറ്റി ആസിഡ് ഡെറിവേറ്റീവുകൾ, അതായത് 20 കാർബൺ അരക്കിഡോണിക് ആസിഡിൽ നിന്നും രൂപപ്പെടുന്ന പ്രോസ്റ്റാഗ്ലാൻഡിൻസ് ആണ് ഈ വിഭാഗത്തിൽ വരുന്നത്. അപ്പോൾ ഫാറ്റി ആസിഡ് ഡെറിവേറ്റീവ് ആണ് 20 കാർബൺ ആയിട്ടുള്ള അരക്കിഡോണിക് ആസിഡിൽ നിന്നും രൂപപ്പെടുന്ന പ്രോസ്റ്റാഗ്ലാൻഡിൻസ്. ഇനി ഈ ഹോർമോൺസ് പ്രധാനമായി ഉണ്ടാകുന്ന അവയവങ്ങളും അവയിലെ എൻഡോക്രൈൻ ഭാഗങ്ങളുമാണ് പറയുന്നത്. അതായത് മിക്കവാറും ഉള്ള അവയവങ്ങളും ഹോർമോൺസ് നമുക്കറിയാം. അതിലെ സ്പെസിഫിക് പാർട്സ് ഈ ഹോർമോൺസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നതിനെ പറ്റി ചിലപ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ കാണും. ഇപ്പോൾ പിറ്റ്യൂട്ടറി ഗ്രന്ഥി ആണെങ്കിൽ തന്നെ അതിലെ പിറ്റ്യൂട്ടറി അല്ല, പാൻക്രിയാസിലാണെങ്കിൽ ആൽഫ ബീറ്റ കോശങ്ങൾ എന്ന് പറഞ്ഞ് നമ്മൾ സ്പെസിഫിക് ആയിട്ട് പറയില്ലേ, അല്ലെങ്കിൽ ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ് എന്ന് പറഞ്ഞ് സ്പെസിഫിക് പറയില്ലേ ഈ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്ന ഭാഗത്തെ. അതേപോലെയുള്ള ചില ഭാഗങ്ങളും അവയവങ്ങളുമാണ് പറയുന്നത്. എല്ലാം ഇതിൽ കവർ ആവണം എന്നില്ല, കുറച്ച് മാത്രമേ പറയുന്നുള്ളൂ. അതിൽ ആദ്യത്തേത്
അഡിനോ ഹൈപ്പോഫൈസിസ് അല്ലെങ്കിൽ ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി. ഇത് ഗ്രോത്ത് ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്ന സൊമാറ്റോട്രോഫുകളും ACTH ഉൽപ്പാദിപ്പിക്കുന്ന കോർട്ടിക്കോട്രോഫുകളും ഉൾപ്പെടെ 5 തരം സവിശേഷ കോശങ്ങളുണ്ട്. അപ്പോൾ ഇവിടെ നോക്കിക്കേ, നമ്മുടെ പിറ്റ്യൂട്ടറിയിലെ ആൻറ്റീരിയർ പിറ്റ്യൂട്ടറിയെ പറ്റിയാണ് പറയുന്നത്. ഇതിൽ ഈ ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് ഗ്രോത്ത് ഹോർമോൺ, സൊമാറ്റോട്രോപ്പിൻ എന്ന് പറയും. ഈ സൊമാറ്റോട്രോപ്പിനെ ഉൽപ്പാദിപ്പിക്കുന്നതിൽ ഏത് സെൽസാണ്? സൊമാറ്റോട്രോഫ്സ് എന്ന് പറയുന്ന സെൽസാണ്. അതുപോലെ തന്നെ അഡ്രിനോകോർട്ടിക്കോട്രോഫിക് ഹോർമോൺ, ഇതിനെ ഉൽപ്പാദിപ്പിക്കുന്നതാണെങ്കിലോ കോർട്ടിക്കോട്രോഫുകൾ എന്ന് പറയുന്ന സെൽസാണ്. അങ്ങനെ ഇത്തരത്തിൽ പിറ്റ്യൂട്ടറിയിൽ നിന്ന് ഒരുപാട് ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യും. അങ്ങനെ ഒത്തിരി ടൈപ്പ് ഓഫ് സെൽസ് പിറ്റ്യൂട്ടറിയിലുണ്ട്. ഇനി ന്യൂറോ ഹൈപ്പോഫൈസിസ് അഥവാ പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി. ഇവർ സ്വന്തമായിട്ട് ഈ ഒരു ഭാഗം സ്വന്തമായിട്ട് ഹോർമോൺ നിർമ്മിക്കുന്നില്ല. പകരം ഹൈപ്പോതലാമസിലുണ്ടാവുന്ന ADH, ഓക്സിറ്റോസിൻ എന്നിവ സംഭരിച്ച് റിലീസ് ചെയ്യുക മാത്രമാണ് പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറിയുടെ ധർമ്മം. അപ്പോൾ പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി ശരിക്കും നമ്മുടെ ലിവറിന് ഗോൾ ബ്ലാഡർ എന്ന പോലെ ഇവർക്ക് ഹൈപ്പോതലാമസിൻ്റെ ഒരു സ്റ്റോറേജ് പാർട്ടായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഇനി ഹൈപ്പോതലാമസിൻ്റെ ഏത് ഭാഗമാണ് ADHനെയും ഓക്സിറ്റോസിനെയും അതുപോലെ മറ്റ് ഹോർമോൺസിനെയൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അത് ന്യൂറോ സെക്രീറ്ററി സെൽസ് ആണ്. ഹൈപ്പോതലാമസിൽ കാണുന്ന ന്യൂറോ സെക്രീറ്ററി സെൽസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അടുത്തത് അഡ്രിനൽ കോർട്ടെക്സ്. അഡ്രിനൽ കോർട്ടെക്സിൽ സോണ ഗ്ലോമറുലോസ എന്ന് പറയുന്ന ഭാഗം. അഡ്രിനൽ കോർട്ടെക്സിൽ ഒത്തിരി റീജിയൻസ് ഉണ്ട്. അതിൽ സോണ ഗ്ലോമറുലോസ എന്ന് പറയുന്ന ഭാഗം അഡ്രിനൽ ഗ്രന്ഥിയുടെ ഏറ്റവും പുറമേയുള്ള ഈ പാളിയിൽ നിന്നും ആൽഡോസ്റ്റിറോൺ ഉൽപ്പാദിപ്പിക്കുന്നു. അപ്പോൾ അഡ്രിനൽ കോർട്ടെക്സിലെ സോണ ഗ്ലോമറുലോസ എന്ന് പറയുന്ന ഭാഗത്ത് നിന്നാണ് ആൽഡോസ്റ്റിറോൺ ഉൽപ്പാദിപ്പിക്കുന്നത്. ഇനി അഡ്രിനൽ കോർട്ടെക്സിലെ സോണ ഫാസിക്കുലേറ്റ എന്ന് പറയുന്ന ഭാഗം നോക്കിക്കേ, നേരത്തെ പറഞ്ഞ ഗ്ലോമറുലോസയും അഡ്രിനൽ കോർട്ടെക്സിലെയാണ്. ഇപ്പോൾ പറയുന്ന സോണ ഫാസിക്കുലേറ്റയും അഡ്രിനൽ കോർട്ടെക്സിലെ ഒരു ലെയറാണ്. ആ ഭാഗം എന്ന് പറയുമ്പോൾ അഡ്രിനൽ കോർട്ടെക്സിലെ മിഡിൽ ലെയറാണ്. ഇവിടെ നിന്നാണ് കോർട്ടിസോൾ ഉൽപ്പാദിപ്പിക്കുന്നത്. ഇവിടെ നിന്നാണ് കോർട്ടിസോൾ ഉൽപ്പാദിപ്പിക്കുന്നത്. ഇനി അഡ്രിനൽ കോർട്ടെക്സിലെ ഏറ്റവും ഉള്ളിലത്തെ പാളിയാണ് സോണ റെറ്റിക്കുലാരിസ്. അപ്പോൾ ഏറ്റവും പുറമേയുള്ള പാളി ഏതാണ്? സോണ ഗ്ലോമറുലോസ. അവിടെ നിന്ന് ആൽഡോസ്റ്റിറോൺ ഉൽപ്പാദിപ്പിക്കും. മിഡിൽ ലെയർ ആണ് ഏതാണ്? അഡ്രിനൽ കോർട്ടെക്സിൻ്റെ മിഡിൽ പാളി അല്ലെങ്കിൽ മധ്യപാളിയാണ് സോണ ഫാസിക്കുലേറ്റ. അവിടെ നിന്ന് കോർട്ടിസോളും. അഡ്രിനൽ കോർട്ടെക്സിൻ്റെ ഏറ്റവും ഉള്ളിലെ ഭാഗമാണ് റെറ്റിക്കുലാരിസ്, സോണ റെറ്റിക്കുലാരിസ്. അവിടെ നിന്നാണ് ആൻഡ്രോജൻസ് ഉൽപ്പാദിപ്പിക്കുന്നത്. DHEA പോലുള്ള ആൻഡ്രോജൻ. ശരിക്കും കോർട്ടിക്കോയിഡ് ആൻഡ്രോജൻസ് എന്ന് അല്ലെങ്കിൽ എന്താ പറയുക അഡ്രിനാൽ ഗ്രന്ഥിയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ആൻഡ്രോജൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അതായത് DHEA പോലുള്ളവ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. ഇനി അഡ്രിനാൽ മെഡുല്ല എന്ന് വെച്ചാൽ കോർട്ടെക്സിൻ്റെ നടുക്കായിട്ട് കാണുന്ന ഭാഗം. അഡ്രിനൽ ഗ്രന്ഥിയുടെ നടുക്കായിട്ട് കാണുന്ന ഭാഗം. അഡ്രിനൽ ഗ്രന്ഥിയുടെ പുറമേയുള്ള ഭാഗത്തിനെ കോർട്ടെക്സ് എന്നും ഉള്ളിലുള്ള ഭാഗത്തെ മെഡുല്ല എന്നും വിളിക്കും. കോർട്ടെക്സിൻ്റെ 3 ലെയറാണ് പറഞ്ഞത്. ഇനി മെഡുല്ലയിലെ ക്രോമാഫിൻ കോശങ്ങൾ കണ്ടു, സ്പെല്ലിംഗ് കണ്ടു, ക്രോമാഫിൻ. ഇത് നമ്മൾ ഇപ്പോൾ +2 ടെക്സ്റ്റ് ബുക്കിലൊന്നും നോക്കിയാൽ കിട്ടത്തില്ല, പക്ഷെ പരീക്ഷയ്ക്ക് ചോദിക്കാം. അപ്പോൾ അഡ്രിനൽ മെഡുല്ലയിലെ ക്രോമാഫിൻ സെൽസിൽ നിന്ന് അടിയന്തര സാഹചര്യങ്ങളെ നേരിടാനുള്ള എപ്പിനെഫ്രിൻ, നോറെപ്പിനെഫ്രിൻ എന്ന് പറയുന്ന ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്നു. അപ്പോൾ അഡ്രിനൽ മെഡുല്ലയിലെ ക്രോമാഫിൻ സെൽസിൽ നിന്ന് അടിയന്തര സാഹചര്യങ്ങളെ നേരിടാനുള്ള എപ്പിനെഫ്രിൻ, നോറെപ്പിനെഫ്രിൻ എന്ന് പറയുന്ന ഹോർമോണുകളെ ഉൽപ്പാദിപ്പിക്കുന്നു. ഇനി പാൻക്രിയാസ് ആണ് നമ്മുടെ ശരീരത്തിലെ ഗ്ലൂക്കോസിൻ്റെ ലെവല് മെയിൻറ്റെയിൻ ചെയ്തു കൊണ്ടുപോകുന്നത്. പാൻക്രിയാസിലെ ആൽഫ കോശങ്ങളാണ് ഗ്ലൂക്കഗണെ ഉൽപ്പാദിപ്പിക്കുന്നത്. ഗ്ലൂക്കഗൺ രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂട്ടാനായിട്ട് സഹായിക്കും. ഇനി പാൻക്രിയാസിലെ ബീറ്റ കോശങ്ങളാണ് രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് കുറയ്ക്കുന്ന ഇൻസുലിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ പാൻക്രിയാസിലെ ബീറ്റ കോശങ്ങളാണ് രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവിനെ കുറയ്ക്കുന്ന ഇൻസുലിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇനി പാൻക്രിയാസിലെ ഡെൽറ്റ കോശങ്ങളുണ്ട്. ഇൻസുലിൻ്റെയും ഗ്ലൂക്കഗണിൻ്റെയും പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്ന സൊമാറ്റോസ്റ്റാറ്റിനെ സ്രവിക്കുകയാണ് പാൻക്രിയാസിൻ്റെ ഡെൽറ്റ കോശങ്ങളുടെ ധർമ്മം. അപ്പോൾ ഡെൽറ്റ കോശങ്ങളുടെ ധർമ്മം എന്താണ്? ഇൻസുലിൻ്റെയും ഗ്ലൂക്കഗണിൻ്റെയും പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്ന സൊമാറ്റോസ്റ്റാറ്റിനെ സ്രവിക്കുന്നു.
ഇനി തൈറോയിഡ് ഫോളിക്കുലാർ കോശങ്ങൾ. അപ്പോൾ തൈറോയിഡ് ഗ്രന്ഥിയിലെ തൈറോയിഡ് ഹോർമോൺസിനെ ഉൽപ്പാദിപ്പിക്കുന്ന കോശങ്ങളെ വിളിക്കുന്ന പേരാണ് ഫോളിക്കുലാർ കോശങ്ങൾ. അപ്പോൾ T3, T4 ഹോർമോണുകളെ നിർമ്മിക്കുന്നത് തൈറോയിഡ് ഗ്രന്ഥിയിലെ ഫോളിക്കുലാർ കോശങ്ങളാണ്. T3 എന്ന് വെച്ചാൽ ട്രൈ അയഡോ തൈറോണിൻ, T4 എന്ന് വെച്ചാൽ ടെട്രാ അയഡോ തൈറോണിൻ. ഇനി തൈറോയിഡിലെ പാരാഫോളിക്കുലാർ സെൽസ് കണ്ടോ, നേരത്തെ പറഞ്ഞ എന്താണ്, ഫോളിക്കുലാർ സെൽസ്, അവരാണ് T3 T4 ഉൽപ്പാദിപ്പിക്കുന്നത്. എന്നാൽ തൈറോയിഡ് ഗ്രന്ഥിയിൽ തന്നെ മറ്റൊരു കോശമാണ് പാരാഫോളിക്കുലാർ സെൽ. ഈ സെൽ എന്ത് ചെയ്യും, ഇതാണ് നമ്മുടെ തൈറോയിഡ് ഗ്രന്ഥിയിൽ നിന്ന് കാൽസിറ്റോണിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ തൈറോയിഡ് ഗ്രന്ഥി ഒന്ന് ഇമാജിൻ ചെയ്യുക, അതിനകത്ത് ഫോളിക്കുലാർ സെല്ലും ഉണ്ട്, പാരാഫോളിക്കുലാർ സെല്ലും ഉണ്ട്. ഫോളിക്കുലാർ സെല്ല് T3 T4 പ്രൊഡ്യൂസ് ചെയ്യും, പാരാഫോളിക്കുലാർ സെല്ല് കാൽസിറ്റോണിനെ പ്രൊഡ്യൂസ് ചെയ്യും. മനസ്സിലായോ? രക്തത്തിലെ കാൽഷ്യത്തിൻ്റെ അളവ് കുറയ്ക്കുകയാണ് കാൽസിറ്റോണിൻ്റെ ഫങ്ഷൻ. കാൽസിറ്റോണിൻ എന്നൊക്കെ കേൾക്കുമ്പോൾ കൂട്ടുമെന്നൊന്നും വിചാരിക്കരുത്. കാൽഷ്യത്തിൻ്റെ അളവ് കുറയ്ക്കുക എന്നുള്ളതാണ് കാൽസിറ്റോണിൻ്റെ ഫങ്ഷൻ. ഇനി അടുത്തതാണ് നമ്മൾ ഈ റിസപ്റ്റേഴ്സിനെ കുറിച്ച് പറയാൻ പോവാണ്, അതായത് ഹോർമോണിൻ്റെ റിസപ്റ്റേഴ്സ്. അപ്പോൾ ഇൻട്രാ സെല്ലുലാർ റിസപ്റ്ററുകൾ, അതായത് ലിപ്പിഡിൽ ലയിക്കുന്ന സ്റ്റിറോയിഡ് തൈറോയിഡ് ഹോർമോണുകൾ കോശസ്തരം കടന്ന് ഉള്ളിലേക്ക് പ്രവേശിച്ച് സൈറ്റോപ്ലാസത്തിലെ അല്ലെങ്കിൽ ന്യൂക്ലിയസിനുള്ളിൽ കാണുന്ന റിസപ്റ്ററുകളുമായിട്ട് നേരിട്ട് ബന്ധപ്പെടുന്നു. അതായത് ഈ ലിപ്പിഡിൽ ലയിക്കുന്ന ഹോർമോൺസിൻ്റെ പ്രത്യേകത എന്താണ്, അവർക്ക് പ്ലാസ്മ മെമ്പറൈൻ ഈസി ആയിട്ട് ക്രോസ് ചെയ്യാം. കാരണം പ്ലാസ്മ മെമ്പറൈൻ ഈസ് എ ലിപ്പിഡ് ബൈലെയർ. അപ്പോൾ അവർക്കേ ക്രോസ് ചെയ്യാൻ പറ്റുള്ളൂ. സോ അവർക്ക് സൈറ്റോപ്ലാസത്തിലോ അല്ലെങ്കിൽ ന്യൂക്ലിയസിലോ ഉള്ള റിസപ്റ്റർ പോയിട്ട് ബൈൻഡ് ചെയ്യാം. എന്നാൽ നമ്മുടെ പ്രോട്ടീൻ ഹോർമോൺസ് എന്ന് പറയുമ്പോൾ വാട്ടർ സോലുബിൾ ആണ്, അവർ ലിപ്പോഫിലിക് അല്ല. അതുകൊണ്ട് തന്നെ അവർക്ക് മെമ്പറൈൻ ക്രോസ് ചെയ്യാൻ പറ്റൂല. സോ അതുകൊണ്ട് അവരുടെ റിസപ്റ്റേഴ്സ് ഇരിക്കുന്നത് സെല്ലിൻ്റെ പ്ലാസ്മ മെമ്പറൈൻ്റെ സർഫസിലാണ്. സോ ഈ റിസപ്റ്ററിൽ വന്നിട്ട് നമ്മുടെ പ്രോട്ടീൻ ഹോർമോണുകൾ ബൈൻഡ് ചെയ്യുകയും ഇവർ വന്ന് ബൈൻഡ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് സെക്കൻഡ് മെസ്സഞ്ചേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യും. അതായത് CAMP, IP3 പോലുള്ള സെക്കൻഡ് മെസ്സഞ്ചേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യും, അല്ലെങ്കിൽ കാൽഷ്യം അയോണുകൾ പ്രൊഡ്യൂസ് ചെയ്യും. സോ ഇതുവഴിയാണ് അവർ പ്രവർത്തിക്കുന്നത്. ഇനി നെഗറ്റീവ് ഫീഡ്ബാക്ക്. ശരീരത്തിൽ ഒരു ഹോർമോണിൻ്റെ അളവ് കൂടുമ്പോൾ അത് സ്വന്തം ഉൽപ്പാദന കേന്ദ്രങ്ങളെ ഉത്തേജിപ്പിക്കുന്നത് തടയുന്ന സംവിധാനമാണ് നെഗറ്റീവ് ഫീഡ്ബാക്ക് എന്ന് പറയുന്നത്. തൈറോസിൻ കൂടുമ്പോൾ TSH കുറയുന്നത് നെഗറ്റീവ് ഫീഡ്ബാക്കിൻ്റെ ലക്ഷണമാണ്. ഇനി പോസിറ്റീവ് ഫീഡ്ബാക്ക്, അതായത് ഒരു പ്രത്യേക പ്രക്രിയ വേഗത്തിലാക്കാൻ ഹോർമോൺ ഉൽപ്പാദനം വീണ്ടും വർദ്ധിപ്പിക്കുന്ന രീതിയാണിത്. ഒരു പ്രത്യേക പ്രക്രിയ വേഗത്തിലാക്കാൻ ഹോർമോൺ ഉൽപ്പാദനം വീണ്ടും വർദ്ധിപ്പിക്കുന്ന രീതിയാണ് എന്തെന്ന് പറയുന്ന പോസിറ്റീവ് ഫീഡ്ബാക്ക് എന്ന് പറയുന്നത്. അതായത് പ്രസവ സമയത്ത് ഓക്സിറ്റോസിൻ, അതായത് പ്രസവ സമയത്ത് ഈ യൂട്രസ് കോൺട്രാക്ട് ചെയ്യണം. അപ്പോൾ ഓക്സിറ്റോസിൻ കൂടുതൽ റിലീസ് ചെയ്താലും നല്ലപോലെ അത് കോൺട്രാക്ട് ചെയ്യത്തുള്ളൂ. അപ്പം ഓക്സിറ്റോസിൻ കൂടുന്തോറും അണ്ടോത്സർജ്ജത്തിന് മുമ്പ് LH ഉണ്ടാകുന്നതും, അതായത് പ്രസവ സമയത്ത് ഓക്സിറ്റോസിൻ കൂടുന്നതും അണ്ടോത്സർജ്ജത്തിന് മുൻപ്, അതായത് ഓവുലേഷന് മുന്നേ LH സർജ് ഉണ്ടാകുന്നത് പോസിറ്റീവ് ഫീഡ്ബാക്കിന് എക്സാമ്പിളാണ്. ഇനി പ്രധാന ഹോർമോൺ തകരാറുകളും രോഗങ്ങളും, അതായത് എൻഡോക്രൈൻ ഡിസോർഡേഴ്സ് ആണ് പറയുന്നത്. ഗ്രോത്ത് ഹോർമോണിൻ്റെ കുറവ് കാരണം കുട്ടികളിൽ ഡ്വാർഫിസം ഉണ്ടാവും. എന്നാൽ ഗ്രോത്ത് ഹോർമോണിൻ്റെ കൂടുതൽ കാരണം കുട്ടികളിലുണ്ടാകുന്ന അസുഖമാണ് ജൈജാൻറ്റിസം. ഇനി അതുപോലെ തന്നെ മുതിർന്നവരിൽ, ഒരു മിഡിൽ ഏജ് ഒക്കെ ആയി കഴിയുന്ന ആൾക്കാരിൽ അല്ലെങ്കിൽ അഡൽട്ട്സിൽ ഗ്രോത്ത് ഹോർമോണിൻ്റെ അളവ് കൂടുമ്പോൾ ഉണ്ടാകുന്ന അസുഖമാണ് അക്രോമെഗലി. ഇനി തൈറോയ്ഡ് ഹോർമോണിൻ്റെ കുറവ് കാരണം അല്ലെങ്കിൽ തൈറോക്സിൻ്റെ കുറവ് കാരണം കുട്ടികളിൽ ഉണ്ടാകുന്ന അസുഖമാണ് ക്രറ്റനിസം. മുതിർന്നവരിലാണെങ്കിൽ ഈ തൈറോയ്ഡ് ഹോർമോണിൻ്റെ കുറവ് കാരണം ഉണ്ടാകുന്ന അസുഖമാണ് മിക്സഡിമ എന്ന് പറയും. ഇനി തൈറോയ്ഡ് ഹോർമോണിൻ്റെ അമിതോൽപാദനം, അതായത് ഒരുപാട് തൈറോയ്ഡ് ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന അസുഖമാണ് ഗ്രേവ്സ് ഡിസീസ് അല്ലെങ്കിൽ എക്സോഫ്താൽമിക് ഗോയിറ്റർ എന്നൊക്കെ പറയും. ഇനി അതുപോലെ അയഡിൻ്റെ അളവ് കുറയുന്നത് കാരണം തൈറോക്സിൻ്റെ പ്രൊഡക്ഷൻ കുറയുന്നു, അത് കാരണം വരുന്ന അസുഖമാണ് ഗോയിറ്റർ. നമ്മുടെ തൈറോയ്ഡ് ഗ്രന്ഥി വീർത്ത് വരും ഒരുപാട്. ഇനി ഇൻസുലിൻ ഹോർമോണിൻ്റെ അളവ് കുറയുകയോ ഇൻസുലിൻ ഹോർമോണിൻ്റെ കുറവ് മൂലമോ റിസപ്റ്ററുകളുടെ തകരാറുകൾ മൂലമോ രക്തത്തിലെ ഗ്ലൂക്കോസ് കൂടുന്ന അവസ്ഥയാണ് ഡയബറ്റിസ് മെലിറ്റസ്. ഇനി ആൻറ്റി ഡയൂററ്റിക് ഹോർമോൺ,
ഹോർമോണിൻ്റെ കുറവ് മൂലം അമിതമായി മൂത്രം പോകുന്ന അവസ്ഥയാണ് ഡയബറ്റിസ് ഇൻസിപ്പിഡസ്. ADH എന്ന് പറയുമ്പോൾ നമ്മുടെ വേനൽക്കാലത്ത് ADHൻ്റെ പ്രൊഡക്ഷൻ കൂടുതലായിരിക്കും, മഴക്കാലത്ത് ADHൻ്റെ പ്രൊഡക്ഷൻ കുറവായിരിക്കും. അതുകൊണ്ട് മഴക്കാലത്ത് നമ്മൾ കൂടുതൽ യൂറിൻ പാസ് ചെയ്യും. ADHൻ്റെ പ്രൊഡക്ഷൻ വേനൽക്കാലത്ത് കൂടുതലായതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് യൂറിനെ പാസ് ചെയ്യുള്ളൂ. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് അറിയണമെങ്കിൽ അത് ഞാൻ മറ്റൊരു വീഡിയോയിൽ പറയുന്നതാണ്. ഇനി അപ്പോൾ ADHൻ്റെ കുറവ് മൂലം അമിതമായിട്ട് മൂത്രം പോകുന്ന അവസ്ഥയാണ് ഡയബറ്റിസ് ഇൻസിപ്പിഡസ്. ഇനി കോർട്ടിസോൾ ഹോർമോണിൻ്റെ കുറവ് കാരണം വരുന്നതാണ് അഡിസൺസ് രോഗം. ഇനി ഇതിൻ്റെ അമിതോൽപാദനം കാരണം മൂൺ ഫേസ് ഒക്കെ വരും. അപ്പോൾ ഈ ഒരു അസുഖമാണ് കുഷ്യൻ സിൻഡ്രോം എന്ന് പറയുന്നത്. കുഷ്യൻ സിൻഡ്രോം എന്ന് പറയും.